നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനശാഖയുടെ 26ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു ദൈവം എന്ന നിലയിൽ പാപങ്ങളെ മോചിക്കുവാൻ അവന് അധികാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വിശുദ്ധ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രസക്തമാകുന്ന ഒരു അധ്യായമാണ്. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ യേശു കപർന്നഹൂമിലെ വീട്ടിൽ ഉണ്ട് എന്നുള്ള ശ്രുതി അവിടെ എല്ലായിടത്തും പ്രസിദ്ധമായി. സാധാരണയായി വന്നുപോയതുപോലെ ഏറിയ പുരുഷാരും യേശുവിനെ അവിടെ പിൻപറ്റി. അനേകർ തടിച്ചുകൂടിയ വീട്ടിൽ ഒരു പക്ഷപാത രോഗിയെ ആളുകൾ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി ക്രിസ്തു ആയിരുന്ന സ്ഥലത്തേക്ക് ഇറക്കി വെച്ചപ്പോൾ അവനെ ചുമന്നുകൊണ്ട് വന്ന ആളുകളുടെ വിശ്വാസം യേശു കണ്ടു. അവനോട് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. പാപങ്ങളെ മോചിക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ യാഥാസ്ഥികരായ യഹൂദന്മാർക്കും അറിയാം. എങ്ങനെയാണെന്നറിയുന്നത്? മർക്കോസ് 2:7 വായിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന പുരുഷാരത്തിലെ യഹൂദന്മാര് യേശു ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു പ്രയോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാർ? അപ്പൊ അവരുടെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ഇവിടെ പറയുന്നത് അബോമിനേഷനാണ്, ദൈവദൂഷണമാണ്. എന്താണ് കാരണം? ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കാൻ കഴിയത്തില്ല എന്ന് എല്ലാ യഹൂദന്മാർക്കും അറിയാമായിരുന്നു. ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു. വാസ്തവത്തില് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ് പാപം. ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് ദൈവമാണ്. ദൈവം നൽകിയ ന്യായപ്രമാണത്തെ മനുഷ്യൻ ലംഘിച്ചപ്പോൾ മനുഷ്യൻ പാപിയായി മാറി. അതുകൊണ്ട് അതിനാൽ ഈ ലംഘനം മുഖാന്തരമായി ദുഃഖിതനായി തീരുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന് മാത്രമേ ഈ നിയമലംഘനത്തിന് ക്ഷമ നൽകുവാൻ കഴിയുള്ളൂ. ദൈവം നൽകിയ ന്യായപ്രമാണത്തെ മനുഷ്യൻ ലംഘിച്ചിട്ട് ആ ലംഘനം മുഖാന്തരമായി ദുഃഖിതനായിരുന്ന വ്യക്തി ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മാത്രമേ ഈ ന്യായപ്രമാണ ലംഘനം എന്ന പാപത്തെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ആരായിരിക്കണം? ദൈവമായിരിക്കണം. യേശു ക്രിസ്തു ദൈവമായിരിക്കണം. ഇനി അവൻ ദൈവമല്ലെങ്കിൽ അവൻ പറയുന്നത് ദൈവ ദൂഷണം ആയിരിക്കണം. പക്ഷെ അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ടാണല്ലോ സകല അധികാരത്തോടും കൂടെ മകനെ, നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. പാപങ്ങളെ മോചിക്കാൻ കൂടെ ഇവൻ അധികാരമുള്ള ഇവനാർ എന്ന് പറഞ്ഞ് അവന്റെ ശിഷ്യന്മാരും അവങ്കൽ വിസ്മയിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാണ്. എന്താണ് കാരണം? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. മനുഷ്യവർഗം പാപം ചെയ്തത് ദൈവത്തോടാണ്. ദൈവത്തോട് പാപം ചെയ്ത് ലംഘനക്കാരായി തീർന്ന മനുഷ്യവർഗത്തിന് പാപത്തിന് മോചനം നൽകുവാൻ ആരുടെ ഹൃദയം ദുഃഖിച്ചുവോ ആ ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദൈവഹൃദയമാണ് ദുഃഖിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. എങ്ങനെയാണ് യേശു ക്രിസ്തു പാപങ്ങളെ മോചിച്ചത്? കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും ശിക്ഷയായ മരണം, പാപത്തിന്റെ ശമ്പളം മരണം, ആ മരണത്തെ ശിരസ്സ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു.
അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയോടും ദൈവം എന്ത് ചെയ്യുന്നു? അവരുടെ പാപങ്ങളെ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു. അതല്ലേ ഇവർ പറഞ്ഞ ഇവൻ ഇങ്ങനെ ദൈവദോഷം പറയുന്നത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാണ്. യേശു ക്രിസ്തു പാപങ്ങളെ മോചിച്ചപ്പോൾ പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ടെങ്കിലും ഈ പരീക്ഷപക്ഷം സമ്മതിക്കുകയായിരുന്നു അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവനാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു എന്ന രക്ഷിതാവ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മോചിക്കുവാൻ അധികാരസ്ഥനായ പുരുഷനാകിയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.